പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇപ്പോൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഗുരുദേവനും കോലത്തുകരയും. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. കോലത്തുകരയിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സമസ്യാപൂരണത്തിന് ശേഷം സ്വാമി തൃപാദങ്ങൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. എല്ലാവരും ഭക്തി നിർഭരമായി നിറഞ്ഞ മനസ്സുമായി കോലത്തുകര മഹാദേവനെ വണങ്ങി. ഈ തിരക്കിനിടയിൽ ഭക്തരായ പാവങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ട് മന്ദസ്മിതം തൂകി ക്ഷേത്രത്തിന് പുറത്തേക്ക് നീങ്ങവേ കൈകൂപ്പി വണങ്ങി നിൽക്കുന്ന കുമാരുവിനെ കണ്ടു. ആ യുവാവിനെ തൃപാദങ്ങൾ അരികിലേക്ക് വിളിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി. നേരത്തെ തന്നെ കുമാരുവിൻ്റെ അച്ഛനായ നാരായണൻ പെരുങ്കുടിയെ തൃപാദങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരിക്കൽ കായ്ക്കരയിൽ കുമാരുവിൻ്റെ വീട്ടിൽ ചെന്ന അവസരത്തിലാണ് ആ യുവാവിന് കവിത എഴുതുന്നതിലുള്ള താല്പര്യം തൃപാദങ്ങൾ മനസ്സിലാക്കുന്നത്. അന്ന് കുമാരു എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ സ്വാമികളെ കാണിച്ചിരുന്നു. ഇനി ശൃംഗാര ശ്ലോകങ്ങൾ എഴുതരുത് എന്ന് തൃപാദങ്ങൾ കുമാരുവിനെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. കുമാരു കൂടെ തന്നെയും കൂട്ടണമെന്ന് വീണ്ടും സ്വാമികളോട് അപേക്ഷിച്ചു. പല വിധത്തിൽ തടഞ്ഞിട്ടും മാറാത്ത കുമാരുവിൻ്റെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ തൃപാദങ്ങൾ മാതാപിതാക്കളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം കൂടെ വന്നുകൊള്ളുവാൻ അനുവാദം കൊടുത്തു. പിന്നീട് തൃപാദങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കയ്യാളായി നിന്നത് കുമാരുവായിരുന്നു. പല്ലനയാറ്റിൽ റെഡീമർ ബോട്ട് അപകടത്തിൽ കായലിൻ്റെ അഗാധതയിലേക്ക് തൻ്റെ തന്നെ കവിതയിലെ വരികൾ അറം പറ്റിയതുപോലെ കാവ്യജീവിതം അവസാനിക്കുന്നത് വരെയുള്ള ആ ധന്യയാത്ര ആരംഭിച്ചത് കോലത്തുകരയിൽ നിന്നുമായിരുന്നു. കോലത്തിരീശനെ സ്തുതിച്ചുകൊണ്ട് തൃപാദങ്ങൾ രചിച്ച് കുമാരു ഭക്തർക്ക് പാടിക്കേൾപ്പിച്ച പ്രാർത്ഥനാ ശ്ലോകമാണ് കോലത്തിരേസസ്തവം. ഈ ശ്ലോകം പൂജയ്ക്ക് ശേഷം ഭക്തർ കോലത്തുകര മഹാദേവനെ കേൾപ്പിക്കാറുണ്ട്. കുമാരു സദാ തൃപാദങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങനെ ഭക്തർ കുമാരുവിന് നൽകിയ വെളിപ്പേരാണ് ചിന്നസ്വാമി. 1799 മകരം 2-നായിരുന്നു പല്ലനയാറ്റിലെ അത്യാഹിതം. ധനുമാസം ഒടുവിൽ ആശാൻ ശിവഗിരിയിൽ ചെന്നിരുന്നു. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും യാത്രയിൽ സൂക്ഷിക്കണമെന്നും തൃപാദങ്ങൾ കുമാരനാശാനോട് അന്ന് പറഞ്ഞിരുന്നു. മുമ്പൊരിക്കൽ ഏതോ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുമാരനാശാൻ തൃപാദങ്ങളോട് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞപ്പോൾ കുമാരൻ നമ്മെ ഗുരു എന്ന് വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇനി മുതൽ നാം ആശാൻ എന്ന് വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതായി പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ആശാൻ എന്നായിരുന്നു അത്രേ തൃപാദങ്ങൾ കുമാരനെ വിളിച്ചിരുന്നത്. സന്യസിക്കാൻ തീരുമാനിച്ചിരുന്ന ആശാൻ പിന്നീട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയും ചെയ്തു. അത്യാഹിതം ഉണ്ടായിരുന്ന ആ രാത്രി തൃപാദങ്ങൾ തൻ്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കുമാരൻ പോയല്ലോ എന്ന് 2 പ്രാവശ്യം ദുഃഖപൂർണമായി ഉരുവിട്ടിരുന്നു. എന്നാൽ ആ വാക്കുകളുടെ കൃത്യമായ അർത്ഥം പിറ്റേ ദിവസമാണ് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടത്. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ച. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ